ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു SL ക്ലാസ്സസ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഓൾ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. റിവേഴ്സിലാണ് നമ്മൾ വന്നത്. പാർട്ട് 2 ആണ് ആദ്യം ചെയ്തത്. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് വരെ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ വീഡിയോ. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ അതോടുകൂടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഡിസ്കഷൻസ് അവസാനിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകളൊക്കെ? വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉപകാരപ്രദമായോ? ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്കിത് ഇത്രയും യൂസ്ഫുൾ ആയി എന്നറിയുന്നതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണുക നമ്മുടെ സെക്കൻഡ് ഇയർ ക്ലാസ്സുകളിലാണ്. സെക്കൻഡ് ഇയറിൻ്റെ ഒരു ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ജൂൺ 1st വീക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സ്കൂൾസ് തുറക്കുന്നതിനെ പറ്റി നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല. ട്യൂഷൻ സെൻറ്ററുകളും കോച്ചിങ് സെൻറ്ററുകളൊക്കെ എന്നാൽ തുറക്കാന്ന് അറിയില്ല. തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡിലേ എന്തായാലും ഉണ്ടാകും. ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു അക്കാഡമിക് ഇയർ ആണ് നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്നത്. എന്തായാലും സാധാരണ കിട്ടുന്നത് പോലെ എല്ലാ വർഷവും കിട്ടുന്നത് പോലെയുള്ളൊരു സമയം പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല സ്കൂൾ തുറക്കുന്നത് വരെ കാത്തു നിന്നാൽ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചെറിയൊരു ഫീസിൽ. അവിടെ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. നേരത്തെ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് ഞാനൊരു ഫീ ഓഫർ പറഞ്ഞിരുന്നു. ആ ഓഫറൊക്കെ കഴിഞ്ഞു ആക്ച്വലി. പക്ഷേ ജൂൺ വരെ ഞാൻ ആ ഓഫർ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇനി വരുന്ന കുട്ടികൾക്കും കൂടെ ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇനിയും ചേരാൻ താല്പര്യമുള്ളവർക്ക്, ആ ഓഫറുകളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒട്ടും സമയം കളയാതെ നമ്മൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ മുതലേ പഠിച്ചു തുടങ്ങാം. കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങാം. ടെൻഷൻ ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് എല്ലാ കോൺസെപ്റ്റുകളും ഞാൻ പഠിപ്പിച്ചു തരും. സെക്കൻഡ് ഇയർ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. ഇക്വേഷൻസും ഡെറിവേഷൻസും മാത്തമാറ്റിക്കൽ ഫോംസും ഒക്കെ കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ നല്ല ക്ലിയർ ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറിനേക്കാളും ബുദ്ധിമുട്ടാവും. പലതരം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. ഇലക്ട്രിസിറ്റികൾ, സർക്യൂട്ടുകൾ, ഇതൊക്കെ പഠിക്കാനുണ്ട്. ഒക്കെ കുറച്ച് പാടാണ്. മാഗ്നറ്റിസത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടികളായിട്ടുള്ള റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, അതിനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ പഠിക്കാനുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു +1 കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് +2. ഓക്കെ, പക്ഷേ നിങ്ങളെല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നിങ്ങൾ +1 വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടവരാണ്. അതിനേക്കാളും നീറ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ചു പോവാം. അതുകൊണ്ട് ഒട്ടും ഡിലേ ആക്കാതെ ചേരാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ അധികം പറഞ്ഞ സമയം കളയുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോയുടെ പാർട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്ററിന് വീണ്ടും നമ്മൾ പുറകിലേക്ക് പോകുന്നു. ആ ചാപ്റ്റർ ആയിരുന്നു ഗ്രാവിറ്റേഷൻ. ഒരുപാട് ഇക്വേഷൻസ് ഉള്ളൊരു ചാപ്റ്ററാണ് അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് പരിചയപ്പെടാം. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 masses. 2 മാസുകളെ നമ്മൾ ഒരു d ഡിസ്റ്റൻസിൽ വെച്ചാൽ ദാറ്റ് ഇക്വേഷൻ ഈസ് F = Gm1m2 divided by d². ദാറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 masses. അടുത്തത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്മോൾ ലെറ്റർ G എന്ന് പറയുന്ന ഇക്വേഷൻ, സ്മോൾ ജിയും ക്യാപിറ്റൽ ജിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇതൊക്കെയാണ് നമ്മൾ ചെറിയ അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോകുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് ജി എന്ന് തന്നെയായിരിക്കും രണ്ടിനും പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ സ്മോൾ ആണോ ക്യാപിറ്റൽ ആണോ എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ സ്മോൾ G = Gm divided by r². അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. ദെൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഡെൻസിറ്റി ഓഫ് എർത്ത് എന്ന് നമ്മൾ പറയും. 3G divided by 4πRg. ഈ ഇക്വേഷൻ്റെ ഒക്കെ പ്രത്യേകത, ഇപ്പോൾ ഈ സ്മോൾ G ആണെങ്കിലും ഡെൻസിറ്റി ആണെങ്കിലും ഇത് എർത്തിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് പ്ലാനറ്റുകൾക്കും ഏത് തരം ഹെവൻലി ബോഡികൾക്കും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എർത്തിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ G അതെപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അത് ഏത് പ്ലാനറ്റ് ആയാലും കോൺസ്റ്റന്റ് ആണ്. ആ വാല്യൂ നിങ്ങൾക്കറിയാം. M എന്നുള്ളിടത്ത് എർത്തിന്റെ മാസ് കൊടുക്കണം. R എന്നുള്ളിടത്ത് എർത്തിന്റെ റേഡിയസ് കൊടുക്കണം. അങ്ങനെ എർത്തിന്റെ മാസും റേഡിയസും കൊടുത്താൽ കിട്ടുന്നത് എർത്തിന്റെ G ആയിരിക്കും. അപ്പൊ സിമ്പിൾ നിങ്ങൾ പറ, ജുപ്പിറ്ററിന്റെ സ്മോൾ G എങ്ങനെ കാണും? ജുപ്പിറ്ററിന്റെ മാസ് ഇവിടെ കൊടുക്കുക, ജുപ്പിറ്ററിന്റെ റേഡിയസിന്റെ സ്ക്വയർ ഇവിടെയും കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് തരം ഹെവൻലി ബോഡിയുടെയും സ്മോൾ G, അതുപോലെ തന്നെ ഡെൻസിറ്റി കാണണമെങ്കിൽ ഇവിടെയും നിങ്ങൾ ഈ ജിയുടെയും ആറിന്റെയും ഒക്കെ സ്ഥാനത്ത് ഏതാണോ ആ പ്ലാനറ്റ് എന്നുള്ളത് കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നീടുള്ള വലിയൊരു ഐഡിയ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 എന്ന കോൺസ്റ്റന്റ് ആയിട്ടാണ് മെക്കാനിക്സിലെ ആദ്യത്തെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ബട്ട് ഗ്രാവിറ്റേഷനിൽ വന്നപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. G എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് അല്ല.
എർത്തിന്റെ സർഫേസിൽ ഓൾമോസ്റ്റ് അതൊരു കോൺസ്റ്റന്റ് ആണ്. ബട്ട് എർത്തിൽ നിന്നും ഒരു ഹൈറ്റിലേക്ക് നമ്മൾ പോവാൻ തുടങ്ങിയാൽ, അതല്ലെങ്കിൽ എർത്തിൽ നിന്നും ഒരു കുഴി ഉണ്ടാക്കി കൂടുതൽ കൂടുതൽ ഡെപ്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയാൽ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഈ 9.8 എന്ന വാല്യൂവിൽ മാറ്റങ്ങൾ വരാം. അതാണിത്. ഇത് ലാർജ് ഹൈറ്റിനനുസരിച്ചുള്ള ജി ഡാഷ് എന്ന് എഴുതിയത് ഒരു പുതിയ ജി ആയതുകൊണ്ടാണ്. ഇവിടെ ഇപ്പുറത്തൊരു ജി കാണാം. ഇത് നമ്മുടെ ഓൾറെഡി ഉള്ള 9.8 എന്ന് പറയുന്ന വാല്യൂ ആണിത്. ഓക്കെ, അപ്പോൾ ഹൈറ്റിനനുസരിച്ചുള്ള ജി ഡാഷിന്റെ ഫോർമുലയാണിത്. GR²/R+H². എത്രയാണോ ഹൈറ്റ് എന്നുള്ളത് ഇവിടെ കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക ലാർജ് ഹൈറ്റിന് വേണ്ടിയിട്ടാണ്. കിലോമീറ്റേഴ്സ് നീണ്ടു നിൽക്കുന്ന 500 കിലോമീറ്റർ 1000 കിലോമീറ്റർ ഒക്കെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ, അതേസമയം നമ്മൾ എടുക്കുന്നത് കുറച്ച് മാത്രം ഹൈറ്റ് ആണെങ്കിലോ ഒരു 10-20 കിലോമീറ്റർ മാത്രമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സ്മോൾ ഹൈറ്റിന്റെ ജി ഡാഷ് കാണുന്ന ഫോർമുലയാണിത് G×1 - 2h/r. അപ്പോൾ ഇക്വേഷൻസ് അങ്ങോട്ട് കൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ പലരും കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചൊരു ഡൗട്ടാണിത്. ലാർജ് ഹൈറ്റിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് വെച്ചിട്ട് ചെയ്തിട്ട് ആൻസർ തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഇത് സ്മോൾ ഹൈറ്റ്, ഇത് ലാർജ് ഹൈറ്റ്. ക്ലിയർ അല്ലേ? ഇത് ഡെപ്തിനനുസരിച്ചുള്ള ജി ഡാഷിന്റെ ഫോർമുലയാണ്. G' = G×1 - d/r. ഇത് d എന്ന് പറയുന്നത് ഡെപ്ത് ആണ്. ഇത് റൊട്ടേഷൻ, എർത്ത് നമുക്കറിയാം, എർത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഉണ്ടാകുന്ന ജി ഡാഷിന്റെ വേരിയേഷൻ ഫോർമുലയാണ് ഇത് G - R ω² cos²θ. അടുത്ത് വരുന്നത് ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് Gm/r². ഇതറിയാമോ? V എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ഇക്വേഷൻ -Gm/r. ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് -Gm1m2/r. ഈ മൂന്ന് ഇക്വേഷനും കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ m അല്ലെങ്കിൽ ഈ m1 m2 അതൊക്കെ പറയുന്നത് എനി ടു മാസസ് എന്ന തരത്തിലാണ്. സെയിം ഇക്വേഷൻസ് നമുക്ക് എർത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാം. വളരെ ശ്രദ്ധിക്കണം. എർത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ എമ്മിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എം ആയ മാസ് ഓഫ് എർത്ത് വരും. ഈ ആറിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ ആയ റേഡിയസ് ഓഫ് എർത്ത് വരും. അങ്ങനെ ഇവിടെ ഒക്കെ മാറ്റിയാൽ മതി. മനസ്സിലാവുണ്ടല്ലോ? അതാണ് നമുക്ക് സംഭവിക്കുക. ദെൻ അടുത്തത് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഒരുപാട് തവണ ഇക്വേഷൻസ് ആയിട്ടും ഡെറിവേഷൻ ആയിട്ടും പ്രോബ്ലം ആയിട്ടും ഒക്കെ വന്നൊരു പോയിന്റ് ആണ് ഓർബിറ്റൽ വെലോസിറ്റി. ഇക്വേഷൻ √Gm/r+h. ഇത് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ആണ്. ഇക്വേഷൻ 2π √r+h³ Gm. ഇത് എസ്കേപ്പ് വെലോസിറ്റി ആണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് √2Gm/r. എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയുടെ മിനിമം വാല്യൂവും ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയും. അത് രണ്ടും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതാണ് V escape = √2V ഓർബിറ്റൽ എന്ന് പറയുന്നത്. അവസാനം കെപ്ലേഴ്സിന്റെ ലോയിൽ നിന്ന്, തേർഡ് ലോയിൽ നിന്നുള്ള ഒരു ഇക്വേഷൻ ആണ് T² ∝ a³. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഗ്രാവിറ്റേഷനിൽ നിന്ന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. സിമിലർ ആയിട്ട് തോന്നുന്ന ഇക്വേഷൻസ് ആണ്. കൺഫ്യൂഷൻ ആവാതെ എഴുതി പഠിച്ചേക്കണം. ക്ലിയർ? ഗ്രാവിറ്റേഷന്റെ തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ ആയിരുന്നു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. വീണ്ടും ഒരുപാട് ഇക്വേഷൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. കണ്ടമാനം ഇക്വേഷൻസ് ഉണ്ട്. പരമാവധി ഇക്വേഷൻസ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. വിട്ടുപോയ ചില കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യം തുടങ്ങുന്നത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കാണുന്ന ഒരു ഫോർമുലയായിരുന്നു. R എന്ന് പറയുന്നത് m1r1 + m2r2/m1 + m2. ഈ ഇക്വേഷന് XYZ എന്ന മറ്റൊരു ഫോർമുലയും കൂടി ഉണ്ട്. ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ ഈ ആറിന്റെ സ്ഥാനത്ത് x വരും. അപ്പോൾ R1ഉം R2ഉം x1ഉം x2ഉമായി മാറും. അതുപോലെ ഇവിടെ y വന്നു കഴിഞ്ഞാൽ ഇവിടെ R1ന്റെ R2ന്റെ സ്ഥാനത്ത് y1ഉം y2 ആവും. അപ്പോൾ z എങ്ങനെയായിരിക്കും മനസ്സിലായല്ലോ. അപ്പോൾ കോർഡിനേറ്റ് കാണാൻ അങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് m1v1 + m2v2/m1 + m2. ഇതാണ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് m1a1 + m2a2/m1 + m2. ഇക്വേഷൻസ് മൂന്നും ഏകദേശം ഒരേ സ്ട്രക്ചറിലാണ് കിടക്കുന്നത്. അടുത്ത ടോപ്പിക് ആയിരുന്നു ടോർക്ക്. R×F എന്ന് പറയും, അല്ലെങ്കിൽ RF sin θ എന്നും പറയാം. ഇതാണ് ആംഗുലാർ മൊമെന്റം. ഇക്വേഷൻ ഈസ് R×P അല്ലെങ്കിൽ RP sin θ. നെക്സ്റ്റ് τ = dL/dt എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഈ ഒരു ഇക്വേഷൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I = mr² എന്നൊരു ഫോർമുല. ദെൻ രണ്ട് തിയറംസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒന്ന് പാരലൽ ആക്സിസ് തിയറം. അതിന്റെ ഇക്വേഷൻ ആണ് IA =
ICM plus mr square. മറ്റൊന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്, that is IZ equal to IX plus IY. അതിനുശേഷം പലതരം ബോഡികളുടെ പലതരം ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യകൾ കാണാനുണ്ടായിരുന്നു. അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ്. ഈ മൂന്ന് ഇക്വേഷനും റിംഗിന്റെ ഫോർമുലയാണ്. റിംഗിന് നമ്മൾ ഡിഫറെന്റ് ആക്സിസ് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് സെൻട്രൽ ആക്സിസ്, I about central axis mr square, I about diameter mr square by 2, I about tangent 3/2 mr square. ഓക്കെ, ഇത് ഡിസ്കിന്റെ ഇക്വേഷൻ ആണ് ഈ മൂന്നും കാണുന്നത്. ഇതേപോലെ തന്നെ സെൻട്രൽ ആക്സിസിന്, ഡയമീറ്ററിന്, ടാൻജന്റിന് ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇതൊക്കെ നമ്മൾ പാരലൽ ആക്സിസ് തിയറമോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമോ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യുന്നതാണ്. ഡെറിവേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ മൂന്ന് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും സോളിഡ് സ്ഫിയറിന്റെ ഐ ആണ്. ഇത് സെൻട്രൽ ആക്സിസ്, ഇത് ടാൻജന്റ്. 2/5 mr സ്ക്വയറും 7/5 mr സ്ക്വയറും വേറെ തന്നെ എഴുതി പഠിക്കണേ. ഞാൻ ഉള്ള സ്ഥലത്ത് അങ്ങനെ എഴുതി ഒപ്പിക്കുകയാണ്. ഇതാണ് ഹോളോസ്ഫിയർ എന്ന് പറയുന്നത്. ഹോളോസ്ഫിയർ മാറിപ്പോവരുത്. ഇത് സോളിഡ് സ്ഫിയർ, ഇത് ഹോളോസ്ഫിയർ. ഇത് സെൻട്രൽ ആക്സിസ്, ഇത് ടാൻജന്റ്. ഓക്കെ, ദെൻ അതിനുശേഷം രണ്ട് ബോഡികളും കൂടി ഉണ്ട് അവിടെ, സോളിഡ് സിലിണ്ടറും ഹോളോ സിലിണ്ടറും. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നു, നിങ്ങൾ ആ ഇക്വേഷൻസ് നോക്കിക്കൊള്ളാം. അടുത്തത് ടോർക്ക് എന്ന് പറയുന്നതിന് I ആൽഫ എന്നൊരു ഫോർമുലയുണ്ട് ഇൻ ടേംസ് ഓഫ് I. ഓക്കെ, ആംഗുലാർ മൊമെന്റത്തിന് I ഒമേഗ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്നറിയപ്പെടുന്നത്, ഹാഫ് I ഒമേഗ സ്ക്വയർ. ഇതാണ് ഒരു റോളിംഗ് ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്നറിയപ്പെടുന്നത്, ഹാഫ് mv സ്ക്വയർ പ്ലസ് ഹാഫ് I ഒമേഗ സ്ക്വയർ. ഇത്രയും ഇക്വേഷൻസ് എന്തായാലും പഠിക്കുക. അതോടൊപ്പം മറ്റു ചില ഇക്വേഷൻസ് ഉള്ളത്, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ V ഈക്വൽ ടു U പ്ലസ് AT, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നൊക്കെ പറയുന്നത് പോലെ ഇക്വേഷൻസ് റൊട്ടേഷണൽ മോഷനിലും ഉണ്ട്. അതിന്റെ സിമിലർ ഫോർമുലാസും കൂടെ നോക്കിയിട്ട് പോകണം. എന്തായാലും ഒരുപാട് ഇക്വേഷൻസ് ഉള്ള ചാപ്റ്റർ ആയിരുന്നു, ശ്രദ്ധിച്ച് പഠിച്ച് പോവാം. ഓക്കെ, റൊട്ടേഷണൽ ഡൈനാമിക്സിന്റെ മുമ്പിലുള്ള ചാപ്റ്റർ ആയിരുന്നു വർക്ക്, എനർജി ആൻഡ് പവർ. കുറച്ചൊരു ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ചുകൂടി പഠിക്കാനൊക്കെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഡിഫറെന്റ് ഇക്വേഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഇക്വേഷൻ വർക്കിന്റെ ഇക്വേഷൻ ആണ്. വർക്ക് എന്ന് പറയുന്നത് F.S ആണ് അല്ലെ, FS cos θ എന്നും പറയും. ഇതിൽ നമ്മൾ 3 ടൈപ്സ് ഓഫ് വർക്ക് പഠിക്കാറുണ്ട്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ഓക്കെ, അടുത്തത് വർക്കിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന ഐഡിയ ആണ്, കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പേരാണ് വർക്ക് എനർജി തിയറം. ദാറ്റ് ഈസ് വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിക്ക് രണ്ട് ഫോർമുലയുണ്ട്. ഒന്ന് ഡ്യൂ ടു ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് mgh. മറ്റൊന്ന് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ആണ്, ഹാഫ് kx സ്ക്വയർ. മറ്റൊന്ന് കൈനറ്റിക് എനർജി മൊമെന്റും തമ്മിലുള്ള റിലേഷൻ ആണ്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. പവറിലേക്ക് വരുമ്പോൾ പവറിന്റെ ഫോർമുല ആയിരുന്നു വർക്ക് ബൈ ടൈം. പവറിനെ തന്നെ നമ്മൾ F.V എന്നും പറയാറുണ്ട്, ഫോഴ്സും വെലോസിറ്റിയുടെയും ഡോട്ട് പ്രോഡക്റ്റ്. കൊളിഷനിലേക്ക് വരുമ്പോൾ ഇലാസ്റ്റിക് കൊളിഷന്റെ ഒരു പ്രത്യേകതയായിരുന്നു U1 മൈനസ് U2 എന്ന് പറയുന്നത് എപ്പോഴും V2 മൈനസ് V1 ആയിരിക്കും. ഓക്കെ, ദെൻ ഇലാസ്റ്റിക് കൊളിഷനിൽ തന്നെ വെലോസിറ്റി ആഫ്റ്റർ കൊളിഷന്റെ ഫോർമുലയാണിത്, V1 is equal to m1 minus m2 into u1 plus 2m2 u2 divided by m1 plus m2. ഇതേപോലെ ഇത് V1 ആണ്. ഇതേപോലെ V2വിനും ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് V2 is equal to, ഇത് തിരിഞ്ഞു വരും, m2 minus m1 into u2 plus 2m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. V2 എന്നുള്ള ഇക്വേഷൻ ആണ്. അവസാനമായിട്ട് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ടേം ആണ്. ദാറ്റ് ഇക്വേഷൻ ഈസ് V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ U1 മൈനസ് U2. ചെറിയ ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വർക്ക്, എനർജി ആൻഡ് പവർ. ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത പറയാനുള്ള ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ്. ഒരുപാട് കൺസെപ്റ്റുകളുള്ള ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ കുറച്ച് ഇക്വേഷൻസേ ഉള്ളൂ. ന്യൂട്ടന്റെ 3 ലോകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഫോഴ്സ് കോൺസെപ്റ്റുമാണ് ഇത് പഠിക്കാനുള്ളത്. സെക്കൻഡ് ലോയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ലോയിൽ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. സെക്കൻഡ് ലോയിൽ നമ്മൾ കാണുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു F ഈക്വൽ ടു dp/dt അല്ലെങ്കിൽ F ഈക്വൽ ടു ma അല്ലെ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ദെൻ ഇമ്പൾസ് മൊമെന്റം തിയറി എന്നൊരു തിയറി ഉണ്ട്, പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു ഇമ്പൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു F ഇൻറ്റു dt എന്നാണ്. തേർഡ് ലോയിൽ നമ്മൾ പഠിച്ചൊരു ഐഡിയ ആയിരുന്നു റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ എന്ന് പറയുന്നത് മൈനസ് mv ഡിവൈഡഡ് ബൈ m എന്നൊരു ഇക്വേഷൻ ആണ്. പിന്നെയുള്ളത് അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റുകളുണ്ട്. ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് mg തന്നെ. അതേസമയം ലിഫ്റ്റ് ഒരു ആക്സിലറേഷനിൽ അപ്വേർഡ് ജേർണിയിലാണെങ്കിൽ ഇറ്റ്സ് വെയിറ്റ് വിൽ ബി m into g plus a. That means its apparent weight increases. If the lift is moving down with acceleration, then
then the apparent weight will be m into g minus a. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലാക്കി പോകണം, കൺഫ്യൂഷൻ ആവരുത്. ഫ്രിക്ഷനിലേക്ക് വരുമ്പോൾ ഫ്രിക്ഷന്റെ ലോ ഓഫ് ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ് F ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഈ കാണുന്നത് mu r. r എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ. ദെൻ tan θ ഈക്വൽ ടു mu എന്നൊരു ഇക്വേഷൻ നമ്മൾ കാണാറുണ്ട്. ആംഗിൾ ഓഫ് ഫ്രിക്ഷനിലും ആംഗിൾ ഓഫ് റീപോസിലും നമ്മൾ കാണുന്ന ഇക്വേഷൻ tan θ ഈക്വൽ ടു mu എന്നുള്ളതാണ്. ദെൻ ഒരു കർവ്ഡ് റോഡിലൂടെ വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോൾ രണ്ട് തരം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബാങ്ക്ഡ് റോഡും ബാങ്ക് ചെയ്യാത്ത റോഡും. ബാങ്ക് ചെയ്യാത്ത റോഡാണ് ലെവൽ റോഡ്. ലെവൽ റോഡിലെ വെലോസിറ്റി ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് mu rg. അതേസമയം ബാങ്ക്ഡ് റോഡാണെങ്കിൽ അതിന്റെ മാക്സിമം പോസിബിൾ വെലോസിറ്റി എന്ന് പറയുന്നതായിരുന്നു rg ഇൻറ്റു mu റൂട്ട് ഓഫ് rg ഇൻറ്റു mu പ്ലസ് tan θ ഡിവൈഡഡ് ബൈ 1 മൈനസ് mu tan θ. ഇതിൽ ഫ്രിക്ഷൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഫോർമുലയും കൂടി ഉണ്ട്. ഇഫ് mu ഈക്വൽ ടു 0, ഫ്രിക്ഷൻ 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ റൂട്ട് ഓഫ് rg tan θ എന്നും കിട്ടും. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ലോസ് ഓഫ് മോഷനിൽ നിന്നും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ചാപ്റ്റർ ആയിരുന്നു മോഷൻ ഇൻ എ പ്ലെയിൻ. ആ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ വെക്ടേഴ്സുമായി ബന്ധപ്പെട്ട കുറെ ഡിസ്കഷൻസ് ആയിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അഡിഷൻ ഓഫ് ടു വെക്ടേഴ്സ് ഓർ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ്. ഇക്വേഷൻ ഇതാണ്, r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab cos θ. ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും പഠിക്കാനുണ്ടായിരുന്നു. അതിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്. മറ്റൊരു പോയിന്റ് ആയിരുന്നു റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ആർ എന്ന ഒരു വെക്ടറിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആക്കിയാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയാണ്, വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയും ആയിരിക്കും. അതിനുശേഷമാണ് പ്രൊജക്ടൈൽ മോഷൻ വരുന്നത്. മൂന്ന് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്. ഒന്ന് എച്ച് മാക്സ്, മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ, യു square sin square theta by 2g. Time of flight of a projectile 2u sin theta divided by g. Range of a projectile u square sin 2 theta divided by g. Then അവസാന ഭാഗത്ത് വരുമ്പോൾ സർക്കുലർ മോഷനിൽ നമുക്ക് രണ്ട് തരം സർക്കുലർ മോഷൻ ഉണ്ട്. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷൻ. അതിന്റെ ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണിത്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും v square by r or it is also equal to omega square into r. രണ്ടാമത്തെ തരം സർക്കുലർ മോഷൻ ആണ് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. അവിടെ രണ്ട് തരം ആക്സിലറേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെക്ടർ എ സി പ്ലസ് വെക്ടർ എ ടി. ഇത് ടോട്ടൽ ആണ്, ഇത് ടാൻജൻഷ്യൽ ആണ്. ഓക്കെ, അടുത്തത് മെക്കാനിക്സിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയകളൊക്കെ നമ്മൾ ആ ചാപ്റ്ററിലായിരുന്നു പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചു സ്പീഡ്. എന്താണ് സ്പീഡ്? ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ദെൻ വാട്ട് ഈസ് വെലോസിറ്റി? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ആവറേജ് വെലോസിറ്റി എന്നൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അടുത്ത ക്വാണ്ടിറ്റി ആക്സിലറേഷൻ ആയിരുന്നു, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതിനുശേഷം ആക്സിലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നറിയപ്പെടുന്ന ചില ഇക്വേഷൻസ് ആണ്. അതിലൊന്ന് v ഈക്വൽ ടു യു പ്ലസ് എ ടി. സെക്കൻഡ് ഇക്വേഷൻ s ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. തേർഡ് ഇക്വേഷൻ v സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ദെൻ s nth എന്നൊരു ഫോർത്ത് ഇക്വേഷനും കൂടെ u പ്ലസ് എ ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. ഓക്കെ, മറ്റു ചില ഇക്വേഷൻസ് ഒന്ന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്, യു സ്ക്വയർ ബൈ 2a എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അവസാനമായിട്ട് റിലാറ്റീവ് വെലോസിറ്റി. രണ്ട് ബോഡികൾ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ വി എ മൈനസ് വി ബി, രണ്ട് ബോഡികൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ വി എ പ്ലസ് വി ബി. ഇത് രണ്ടും റിലാറ്റീവ് വെലോസിറ്റി. അത്രയും ഇക്വേഷൻസ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ. ക്ലിയർ? ദെൻ നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ അല്ല ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അല്ലെ. ഇക്വേഷൻസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ. അതിന് തൊട്ട് മുന്നേ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും കൂടി ഉണ്ട്, ഫിസിക്കൽ വേൾഡ്. അത് നിങ്ങൾക്ക് അറിയാം, അതിൽ ഇക്വേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ചില ഇക്വേഷൻസ് കൂടെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്പേഴ്സിനെ കുറിച്ചും യൂണിറ്റിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ആയിരുന്നു n1 u1 is equal to n2 u2. ആ ഭാഗത്തൊക്കെ കുറേ തിയറിയാണ്. ഡിഫറെന്റ് യൂണിറ്റ് സിസ്റ്റം, SI യൂണിറ്റുകൾ, SI യൂണിറ്റിൽ വരുന്ന ക്വാണ്ടിറ്റികൾ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ്സ്, ഇങ്ങനെയൊക്കെ കുറേ തിയറിയാണ് ആ ഭാഗത്ത് വരുന്നത്. ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അവിടെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും കാണുന്ന ഇക്വേഷൻസിനെയാണ് ആക്ച്വലി ഈ ഡയമെൻഷൻസിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഫോഴ്സ്, വർക്ക്, എനർജി, വെലോസിറ്റി, ആക്സിലറേഷൻ അല്ലെ, ഇതൊക്കെ നമ്മൾ ഡയമെൻഷൻസ് ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
ദെൻ ഡയമെൻഷൻസിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏത് പ്രോബ്ലം ചെയ്യണമെങ്കിലും നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അതിന്റെ ഐഡിയ ഇങ്ങനെയാണ്. ഇങ്ങനെ A = B + CD എന്ന തരത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ 3 ടേംസ് ആണ്. A ഒരു ടേമാണ്, B മറ്റൊരു ടേമാണ്, C × D അത് ഒന്നിച്ചൊരു ടേമാണ്. ആ ടേമുകളെല്ലാം ഡയമെൻഷനലി ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് A, ഡയമെൻഷൻ ഓഫ് B, ഡയമെൻഷൻ ഓഫ് CD ഒന്നിച്ച് അതെല്ലാം ഈക്വൽ ആയിരിക്കും എന്നുള്ള ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. അതൊക്കെ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഇക്വേഷൻ ആയിട്ടല്ല നമുക്ക് വരിക, അത് ഉപയോഗിച്ചിട്ടുള്ള പലതരം അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. ദെൻ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ എറർ മെഷർമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് പലതരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മീൻ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഡിഫറെന്റ് മെഷർമെന്റ്സിനെ ആഡ് ചെയ്തിട്ട് A1, A2, A3 ഇതൊക്കെ ഓരോ മെഷർമെന്റ് ആണ്. കുറെ മെഷർമെന്റ് കയ്യിലുണ്ട്. ആവറേജ് എത്ര, എല്ലാ മെഷർമെന്റും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ n എന്നെടുക്കുക. ദെൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്ന ഐഡിയ ആണ്. ഡെൽറ്റ A എന്ന് പറയും, ഡെൽറ്റ A1, ഡെൽറ്റ A2 അങ്ങനെ എല്ലാത്തിനും ഉണ്ട് അബ്സല്യൂട്ട് എറർ. ഈ മീൻ വാല്യൂവിൽ നിന്ന് A മീൻ മൈനസ് ഒരു വാല്യൂവിനെ മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഇതുപോലെ ഡെൽറ്റ A2 ഡെൽറ്റ A3 ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ -A2 -A3 അങ്ങനെ കൊടുത്ത് മൈനസ് ചെയ്താൽ പലതരം പലതരം അബ്സല്യൂട്ട് എറേഴ്സ് നമുക്ക് കിട്ടും. പിന്നെയുള്ളതാണ് റിലേറ്റീവ് എറർ. അത് ഡെൽറ്റ A മീൻ ഡിവൈഡഡ് ബൈ A മീൻ എന്നാണ് ഇക്വേഷൻ. അതിനെ തന്നെ × 100 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് എറർ ആയി മാറും. മറ്റൊന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് x = A²B³ C എന്ന ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഏത് ഇക്വേഷനും ആവാം, ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിൽ എക്സിന്റെ എറർ Δx/x എന്ന് പറയുന്നത് 2. ഇവിടെ A² എന്ന് വന്നാൽ ആ സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ ആദ്യം എഴുതണം, 2 × Δa/A, പിന്നെ പ്ലസ് ചെയ്യുക. പിന്നെ B³ എന്ന് വന്നാൽ ആ 3 ഇവിടെ എഴുതുക, Δb/B വീണ്ടും പ്ലസ് ചെയ്യുക. ഇൻറ്റു ആണെങ്കിലും ബൈ ആണെങ്കിലും എല്ലാം എറർ കാണുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ C ഉള്ളതുകൊണ്ട് Δc/C ഇങ്ങനെ ചെയ്തു പോവുക. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലം ആയിട്ടൊക്കെയാണ് വരിക. ഈ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാനല്ല ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ബട്ട് ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതോടെ നമ്മൾ റിവേഴ്സിൽ വന്നിട്ട് എല്ലാ ഇക്വേഷൻസിനെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. കറക്റ്റ് എല്ലാം നോക്കിയിട്ട് പോവുക, ഇക്വേഷൻസ് എഴുതിയിട്ട് പോവുക. ഒറ്റ ദിവസം എക്സാമിനുള്ളൂ. നല്ലോണം പഠിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയും മെസ്സേജ് അയച്ച് ചോദിക്കാം, ഞാനിവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാ വിശ്വസും എല്ലാവർക്കും അറിയിക്കുന്നു. മുഴുവൻ മാർക്കും സ്കോർ ചെയ്ത് നല്ല ഒരു എക്സാം ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് SL ക്ലാസ്സസിൻ്റെ. ഓക്കെ, അതോടൊപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് ഇയറിൻ്റെ വീഡിയോസിലാണ്. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഓക്കെ, ദെൻ ബൈ, ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ.